അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3050. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ആയുസ് കൂടുന്നത് നല്ല ലക്ഷണമാണ്. അതേക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബൂ സുഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഖൈറുന്നാസി, ജനങ്ങളിൽ ഏറ്റവും ഖൈറായവൻ, ഏറ്റവും ഉത്തമനായ മനുഷ്യൻ, മൻ, ഒരുത്തനാണ്, ത്വാല ഉമറുഹു, അവൻ്റെ ആയുസ് ദീർഘിച്ചിരിക്കുന്നു, വഹസ്വന അമലുഹു, മാത്രമല്ല അവൻ്റെ അമലുകൾ നന്നാവുകയും ചെയ്തിരിക്കുന്നു. ആയുസ് നീണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, ദീർഘായുസ് ലഭിക്കുകയും അതോടൊപ്പം സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. അതിനനുസരിച്ച് അമലുകൾ നന്നാവുകയും ചെയ്തു. നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് നല്ല അമലുകൾ ചെയ്ത് ജീവിക്കുന്നൊരു മനുഷ്യന് ദീർഘായുസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണ്. തിന്മ ചെയ്യുന്നവന് ദീർഘായുസ് ലഭിച്ചാൽ അവൻ ആ ലഭിച്ച ദീർഘായുസിനനുസരിച്ച് അവൻ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് ഖൈറുണ്ടാവില്ല. നേരെ മറിച്ച് നന്മ ചെയ്യുന്ന ആൾ, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നയാൾ, അയാൾക്ക് ദീർഘായുസ് ലഭിച്ചാൽ അതൊരു വലിയ നേട്ടമാണ്. അയാൾ നല്ലവനാണ്, അതൊരു നല്ല ലക്ഷണമാണ്. അയാൾക്ക് കൂടുതൽ അമലുകൾ ചെയ്യാനുള്ള അവസരം അള്ളാഹു നൽകുകയാണ്. അതുകൊണ്ട് നമ്മൾ നിരന്തരം ദുആ ചെയ്യേണ്ട ഒരു കാര്യമാണത്. ദീർഘായുസിന് വേണ്ടി, ആഫിയത്തോടെ ദീർഘായുസ് ലഭിക്കണം, അമലുകൾക്ക് തൗഫീഖും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘായുസിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹു തആല അത്തരത്തിൽ ആഫിയത്തോടുകൂടെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള ദീർഘായുസ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.